നമസ്കാരം. വയനാടിനെ ഇളക്കി മറിച്ച് രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക നൽകി. രാഹുൽ മത്സരരംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ അണികൾക്കാവേശമായി പ്രിയങ്ക ഗാന്ധിയുടെ അകമ്പടി. കോഴിക്കോട് നിന്ന് ഹെലികോപ്റ്ററിൽ രാഹുൽ കൽപ്പറ്റയിൽ ഇറങ്ങിയപ്പോൾ കാത്തുനിന്നത് വൻ ജനക്കൂട്ടം. പത്രിക നൽകിയ ശേഷം പ്രിയങ്കയ്ക്കും UDF നേതാക്കൾക്കുമൊപ്പം റോഡ് ഷോയും നടത്തിയാണ് രാഹുൽ മടങ്ങിയത്. ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നതെന്ന ചോദ്യത്തിന് CPM-നെതിരെ ഒന്നും പറയില്ലെന്ന അളന്നു തൂക്കിയ മറുപടിയാണ് രാഹുൽ നൽകിയത്. CPM എനിക്കെതിരെ സംസാരിക്കുമെന്നറിയാം, എന്നാൽ CPM-നെതിരെ ഒരക്ഷരം പറയില്ല. BJP-ക്കെതിരെയാണ് പോരാട്ടം, ഇടതുപക്ഷത്തിനെതിരെ അല്ലെന്ന രാഹുലിന്റെ ഈ നിലപാട് വയനാടിന് പുറത്ത് കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിലും കോൺഗ്രസിന് ഗുണം ചെയ്യുമോ? BJP വിരുദ്ധ പോരാട്ടത്തിൽ ന്യൂനപക്ഷ പിന്തുണ ഉറപ്പിക്കാൻ ഇടതുപക്ഷത്തിനെതിരെ മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന രാഹുലിന്റെ തിരിച്ചറിവ് ഇടതുപക്ഷത്തിനേറ്റ അപ്രതീക്ഷിത തിരിച്ചടിയോ? കൽപ്പറ്റയിൽ ഇന്ന് പാറിക്കളിച്ച ലീഗ് പതാകകൾ ഉത്തരേന്ത്യയിൽ കോൺഗ്രസ് വിരുദ്ധ വികാരമാക്കി മാറ്റാൻ BJP-ക്ക് അവസരം നൽകുന്നതോ? ഈ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത നീക്കത്തിലൂടെ വയനാട്ടിൽ അംഗത്തിനിറങ്ങിയ രാഹുൽ ആദ്യ വരവിൽ തന്നെ എതിരാളികളുടെ നെഞ്ചിടിപ്പ് കൂട്ടിയോ, അതോ രാഹുൽ ഉന്നയിക്കുന്ന രാഷ്ട്രീയം UDF-നെ വെട്ടിലാക്കുമോ? സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. തടുക്കാനാവുമോ രാഹുൽ തരംഗം? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുൻ മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ടം ആനന്ദൻ, BJP സംസ്ഥാന സെക്രട്ടറി JR പത്മകുമാർ എന്നിവർ സൂപ്പർ പ്രൈം ടൈമിൽ ചേരുന്നു. CPM-നെതിരെ ഒരക്ഷരം മിണ്ടില്ലെന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് UDF-ന് ഗുണം ചെയ്യുമോ അതോ ദോഷകരമാകുമോ? സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. രാഹുൽ തരംഗം തടുക്കാനാവുമോ? ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇന്ന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് നാമനിർദ്ദേശ പത്രിക നൽകി വലിയൊരു റോഡ് ഷോയും നടത്തി മടങ്ങിപ്പോയിരിക്കുകയാണ്. CPM-ഉം ഇടതു പാർട്ടികളും ഉന്നയിച്ചിരുന്ന ആക്ഷേപം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നതിന് വേണ്ടി എന്തിന് രാഹുൽ ഗാന്ധി വരണം, BJP ആണല്ലോ മുഖ്യ ശത്രു അല്ലെങ്കിൽ പൊതുശത്രു എന്ന്. ഇന്ന് രാഹുൽ പത്രിക സമർപ്പിച്ച ശേഷം നൽകിയ മറുപടി, ഇതിൽ ഇടതുപക്ഷം എന്തുകൊണ്ട് തൃപ്തരാകുന്നില്ല? CPM-നെതിരെ ഒരക്ഷരം മിണ്ടില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുന്നത്. BJP ആണ് ശത്രു എന്ന കാര്യം അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ്. അല്ല, രാഹുൽ വന്ന് CPM-നെതിരെ എന്തെങ്കിലും പറയുമെന്ന് കരുതിയിട്ടല്ല രാഹുൽ കേരളത്തിൽ വന്ന് മത്സരിക്കുന്നതിന് ഞങ്ങൾ വിയോജിപ്പ് പ്രകടിപ്പിച്ചത്. മുഖ്യ ശത്രുവിനെതിരായി മത്സരിക്കുന്നതിന് പകരം ആ മുഖ്യ ശത്രു BJP ആണിപ്പോൾ. അവരാണ് അധികാരത്തിരിക്കുന്ന മുഖ്യ ശത്രുവിനെ താഴെ ഇറക്കാൻ ഏറ്റവും കൂടുതൽ വാശിയോടുകൂടി നിലപാടെടുക്കുന്ന ഇടതുപക്ഷ മുന്നണിക്കെതിരായി മത്സരിക്കാൻ വരുമ്പോൾ മുഖ്യ ശത്രുവിനെ വിട്ടുകളഞ്ഞു. അദ്ദേഹം അവർക്ക് കോൺഗ്രസും അതേപോലെ ഇടതുപക്ഷ ശക്തികളും മതേതര ശക്തികളും റീജിയണൽ പാർട്ടികളും എല്ലാം കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉയർത്തിക്കൊണ്ടുവന്ന ഒരാശയമുണ്ട്. BJP-യുടെ അമിതാധികാര വാഴ്ച തകർക്കണം, അതിന് വിട്ടുവീഴ്ച ചെയ്യാവുന്നിടത്തോളം വിട്ടുവീഴ്ച ചെയ്ത് സഹകരിക്കണം. ആ അറ്റ്മോസ്ഫിയർ ഉയർത്തിക്കൊണ്ട് വന്നിട്ട് അതിൻ്റെ നായകനായിട്ടാണ് രാഹുൽ ഗാന്ധി അറിയപ്പെട്ടതും അതിൻ്റെ നായകനായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചതും. കോൺഗ്രസ് അതിൻ്റെ നായകത്വത്തിൽ നിന്നുകൊണ്ട് തന്നെയല്ലേ അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കാൻ വന്നതും? ആ കാര്യം ഇന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുകയാണ്. നരേന്ദ്രമോദിയുടെ വിഭജന തന്ത്രത്തിനെതിരെയാണ് ഈ മത്സരം. തെക്കേ ഇന്ത്യയിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ നിന്നും പശ്ചിമേന്ത്യയിൽ നിന്നും കിഴക്കേ ഇന്ത്യ എന്നുമുള്ള വേർതിരിവ് അതുണ്ടാവുകയില്ല. ഇന്ത്യ ഒരൊറ്റ രാജ്യമാണ്. ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഞാനിവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്നത്. ദക്ഷിണേന്ത്യയോട് പ്രത്യേകിച്ച് അവഗണന കാണിക്കുന്നു BJP-യും നരേന്ദ്രമോദിയും. അത് ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. ഈ ഒരു ആശയം അദ്ദേഹം മുന്നോട്ട് വെക്കുമ്പോൾ എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് ഇതിനൊപ്പം നിൽക്കുവാൻ സാധിക്കുന്നില്ല? നമ്മൾ ഇന്ത്യക്കാരാണ്. ദക്ഷിണേന്ത്യ, വടക്കേ ഇന്ത്യ, പശ്ചിമ ഇന്ത്യ, കിഴക്കൻ ഇന്ത്യ എന്ന് പറയുന്നത് തന്നെ ഇന്ത്യൻ ദേശീയതയ്ക്ക് ഒരു കളങ്കമേൽപ്പിക്കലാണ്. അതിപ്പോൾ എങ്ങനെയാണ് ഈ കോൺഗ്രസ് പറഞ്ഞു തുടങ്ങിയതെന്ന് എനിക്ക് മനസ്സിലാവില്ല. ഇനി ദക്ഷിണേന്ത്യയുടെ താല്പര്യവും സംരക്ഷണവുമാണ് ലക്ഷ്യമെങ്കിൽ കോൺഗ്രസ് ഭരിച്ചപ്പോൾ എന്താ ദക്ഷിണേന്ത്യയെ മറന്നുപോയത്? ഈ സംസ്ഥാനത്ത് നിന്ന് തന്നെ 8 കേന്ദ്രമന്ത്രിമാർ കേന്ദ്രത്തിലുണ്ടായിരുന്നു. ആ കേന്ദ്രമന്ത്രി ഭരിച്ചപ്പോൾ ഈ ദക്ഷിണേന്ത്യയും മറന്നുപോയി, കേരളത്തെയും മറന്നു. കേരളത്തിലുള്ള 8 മന്ത്രിമാരുണ്ടായിരുന്നല്ലോ, കേരളത്തെ മറന്നുപോയല്ലോ. ഇപ്പം എങ്ങനെയാണ് ഈ ദക്ഷിണേന്ത്യൻ ബോധം വരുന്നത്? അതൊരു വിഭജനവാദമല്ലേ? ഇന്ത്യയെ വിഘടിക്കുക എന്നുള്ളതല്ലേ ദക്ഷിണേന്ത്യ, ഉത്തരേന്ത്യ, കിഴക്കേ ഇന്ത്യ എന്നൊക്കെ പറയുന്നത് തന്നെ ഇന്ത്യൻ ദേശീയത, ഇന്ത്യക്കാരൻ, ഞാൻ ഭാരതീയൻ എന്ന് പറയുന്നതിന് വിരുദ്ധമല്ലേ?
ഞാൻ ഭാരതീയനല്ല, ഞാൻ തെക്കേ ഇന്ത്യക്കാരനാണ് എന്ന് പറയുന്നതാണോ അഭിമാനം? ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അപ്പോൾ രാഹുൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? എന്തായാലും LDFും UDFും തമ്മിലാണ് കേരളത്തിൽ മത്സരം എന്ന കാര്യം അറിയാവുന്നതാണ്. പിന്നെ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി ഇങ്ങനെയൊരു നിലപാട് മുന്നോട്ട് വെച്ചിട്ടുണ്ട്? ഇതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നത് എന്താണെന്ന കാര്യം CPMന് വ്യക്തമായിട്ട്, CPMനും LDFനും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അത് വളരെ കൃത്യമല്ലേ? രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഈ പ്രസംഗവും നടത്തി കഴിഞ്ഞപ്പോൾ ബോധ്യമായില്ലേ? ആ രാഹുൽ ഗാന്ധിയെ കൊണ്ടൊരു വെട്ടിലിടിക്കുകയാണ് ചെയ്തത്. അതിൻ്റെ പ്രധാന ഉത്തരവാദി കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വമാണ്. ഉമ്മൻചാണ്ടിയാണ്, AK ആൻ്റണിയാണ്, രമേശ് ചെന്നിത്തലയ്ക്ക് എത്ര പങ്കുണ്ടെന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. ഇവർക്ക് ഈ കേരളത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ രാഹുൽ ഗാന്ധി വേണമെന്നാണ്. രാഹുൽ ഗാന്ധി വന്നാൽ ഞങ്ങൾ ആ പ്രഭാപൂരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 20 സീറ്റ് ഞങ്ങൾ പിടിച്ചു തരുമെന്ന് അങ്ങനെ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ തടസ്സവാദങ്ങളൊക്കെ പറഞ്ഞു കാണും. ഞാൻ മത്സരിക്കേണ്ടതോ അല്ലെങ്കിൽ എൻ്റെ പ്രഭാപൂരം കാണിക്കേണ്ടതോ BJPക്ക് സ്വാധീനമുള്ള, അവർ കൈയടക്കി വെച്ചിരിക്കുന്ന, കോൺഗ്രസ്സിന് നേരത്തെ സ്വാധീനമുണ്ടായിരുന്ന ആ സംസ്ഥാനങ്ങൾ തിരിച്ചുപിടിക്കലാണ്. മറ്റിടത്ത് വന്ന് ഞാൻ മത്സരിക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുമെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. പക്ഷേ അതിൽ രാഷ്ട്രീയം മറ്റൊന്നുണ്ടല്ലോ, അതൊരു ശക്തമായ രാഷ്ട്രീയമാണ്. അത് UDFന് ഗുണം ചെയ്യുന്ന ഒരു രാഷ്ട്രീയം കൂടിയാണല്ലോ. അതിന്ന് കോടിയേരി ബാലകൃഷ്ണൻ CPM സംസ്ഥാന സെക്രട്ടറി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ RSSനും BJPക്കും എതിരെ ധീരമായ നിലപാട് സ്വീകരിക്കുന്നത് ഇടത് പാർട്ടികളാണ് എന്ന കാര്യം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അറിയാം. ഇങ്ങനെ അവർക്കിത് ബോധ്യമുണ്ട് എന്നുള്ള കാര്യം രാഹുൽ ഗാന്ധിക്കും അറിയാവുന്ന കാര്യമാണ്. അതിനാൽ ഇവിടെ വന്ന് ഇടതുപക്ഷത്തിനെതിരെ ശബ്ദിച്ചാൽ ആ ന്യൂനപക്ഷ സമുദായക്കാർ തങ്ങൾക്കെതിരാകും എന്ന ഭയപ്പാടിൽ രാഹുൽ ഗാന്ധി പറഞ്ഞതാണ് ഇന്ന് വയനാട്ടിൽ എടുത്തിരിക്കുന്ന ഈ നിലപാടെന്ന്. ഇതല്ലേ അതിനകത്ത് യഥാർത്ഥ രാഷ്ട്രീയം? ഇതിൽ ഭയപ്പാട് ഉണ്ടല്ലോ CPMനും LDFനും. CPMന് എന്താ ഭയക്കാണ്ടിരിക്കുന്ന ഇക്കാര്യത്തിൽ? രാഹുൽ ഗാന്ധി ഒന്ന് വയനാട് മത്സരിച്ചാൽ ആ വയനാട് സീറ്റിൽ ഒരു സീറ്റല്ലേ കിട്ടൂ, അല്ലാതെ 10-20 സീറ്റും ജയിക്കില്ലല്ലോ. ഞങ്ങൾ ഉന്നയിച്ച ഒരു ആശയമുണ്ടല്ലോ, അതിന് ഇതുവരെ മറുപടി പറയുന്നില്ലല്ലോ. രാഹുൽ ഗാന്ധി 80 പാർലമെൻറ്റ് സീറ്റുള്ള ഉത്തർപ്രദേശ്, അവിടെയാണല്ലോ കോൺഗ്രസിൻ്റെ ജന്മദേശം. ആ കോൺഗ്രസ് ജന്മിച്ച ആ സ്ഥലത്ത് രാഹുൽ ഗാന്ധിക്കും ശ്രീമതി സോണിയാഗാന്ധിക്കും 2 സീറ്റ് ഒഴിച്ച് ബാക്കി ഏതെങ്കിലും സീറ്റിൽ കോൺഗ്രസിന് വല്ല ലക്ഷ്യമുണ്ടോ? ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മോഡി ഭരണത്തിൻ്റെ ദുർഭരണത്തെക്കുറിച്ച് വിശദീകരിച്ച് അവിടെയുള്ള ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നിൽക്കണ്ടേ? ഇവിടെ അദ്ദേഹത്തിനും ഇവിടെയുള്ള കോൺഗ്രസ്സുകാരും ധരിക്കണ്ടേ? ഇവിടെ ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും ജയിച്ചാലും രാഹുൽ ഗാന്ധിയുടെ അവരുടെ ഗവൺമെൻറ് അനുകൂലമായൊരു നിലപാടാണ് സ്വീകരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ഈ BJPയും RSS സംഘപരിവാർ ശക്തികളെയും ശക്തിയായി എതിർക്കുന്ന ഒരു പാർട്ടിയാണ്. അതിനാണല്ലോ രാഹുലും പറയുന്നത്. ഇന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ലക്ഷ്യം ഒന്ന് തന്നെയാണ് എന്ന് അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം. ആ ഒരു തന്ത്രമാണ് രാഹുൽ ഗാന്ധി പയറ്റിയത്. അത് തിരിച്ചറിഞ്ഞ് ഇനി മുന്നോട്ട് പോകുവാൻ LDFന് ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യമാവുകയില്ല. ഇല്ല, ആ വ്യക്തതയാണ് വരുത്താത്തത്. എന്തെന്നറിയുമോ? ഈ BJPയും സംഘപരിവാർ ശക്തികളെയും എതിർക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ എതിർക്കാനാണ് രാഹുൽ ഗാന്ധി വരുന്നത്. അപ്പോൾ രാഹുൽ ഗാന്ധി ആരുടെ സഹായിയായിട്ടാണ് വരിക? ഞങ്ങൾ എതിർക്കുന്ന BJPയും സംഘപരിവാർ ശക്തികളാണ്. രാഹുൽ ആരെ എതിർക്കുന്നത്? ഇടതുപക്ഷത്തെ എതിർക്കുക. അതാ പ്രശ്നം. ആ രാഷ്ട്രീയത്തിനാണ് മറുപടി പറയേണ്ടത്. അതിനാണ് ഇന്ന് രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞത്. ഞാൻ ഇടതുപക്ഷത്തെ എതിർക്കുവാനല്ല. അതാണല്ലോ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വ്യക്തമായിട്ടുള്ളത്. CPMനെതിരെ ഒരക്ഷരം ഞാൻ മിണ്ടില്ല എന്ന്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കും അണികൾക്കും മനസ്സിലാവാത്ത കാര്യമുണ്ടോ? എന്തുകൊണ്ട് രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞു? CPMനെതിരെ ഒരക്ഷരം പോലും ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉരിയാടില്ല എന്ന്. ഇതിൽ കൂടുതൽ CPMന് ഒരു ദേശീയ നേതാവിൻ്റെ മനസ്സ് മനസ്സിലാക്കാൻ വേറെ മാർഗങ്ങളിലേക്ക് അവർ പോകേണ്ട കാര്യമുണ്ടോ? രാഹുൽ ഗാന്ധിയുടെ മത്സരം CPMനെതിരല്ല. കാരണം ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് CPMനെതിരെ മത്സരിക്കേണ്ട കാര്യമില്ല. CPM വന്നു നിൽക്കുന്ന ഞങ്ങളിരിക്കുന്ന ഒരു കൊമ്പിനകത്ത് എന്തിനാണ് രാഹുൽ ഗാന്ധി കയറിയിരിക്കുന്നത് എന്നൊരു ചോദ്യമാണ്. വളരെ നിസ്സാര ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അത് ശരിയല്ല. കാരണം ഇവിടെ CPMനെ എതിർക്കാൻ വേണ്ടി അല്ലല്ലോ ഇവിടെ വരുന്നത്. കേരളത്തിൽ നിന്ന് ആരെങ്കിലും ട്രെയിനിൽ പോയ ഉടനെ CPMനെ എതിർക്കാനാണ് എന്ന് ഇവരെന്തിനാണ് ധരിക്കുന്നത്? രാഹുൽ ഗാന്ധി വന്നിരിക്കുന്ന ഒരു ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ദക്ഷിണേന്ത്യയും ഇവിടെ ഉത്തരേന്ത്യയും തമ്മിലുള്ള വിഭജനം അത് ശരിയല്ല. ദക്ഷിണേന്ത്യക്ക് വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട് ഈ ജനതയ്ക്ക്. അവരെ വേണ്ട വിധം പരിഗണിക്കുന്നില്ല. അപ്പോൾ ഈ ദക്ഷിണേന്ത്യയും ഉത്തരേന്ത്യയും തമ്മിലൊരു ബാലൻസ് കീപ്പ് ചെയ്യണം എന്ന് ഒരു ദേശീയ നേതാവ് തീരുമാനിച്ചാൽ ഏതെങ്കിലും ദക്ഷിണേന്ത്യ സംസ്ഥാനത്ത് മത്സരിക്കേണ്ടി വരില്ലേ? ആ ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്ത് മത്സരിക്കുന്നതിൽ കേരളം വന്നു എന്നുള്ളതല്ലേ ഉള്ളൂ. ആ അർത്ഥത്തിലല്ലേ അവരെടുക്കേണ്ടത്.
ഇവിടുന്ന് അതല്ല, നിങ്ങൾ പോയി അതിനേക്കാൾ രാഹുൽ ഗാന്ധി അവിടെ തമിഴ്നാട്ടിൽ മത്സരിക്കട്ടെ, അല്ലെ കർണാടകത്തിൽ മത്സരിക്കട്ടെ, അതല്ലെങ്കിൽ പോണ്ടിച്ചേരിയിൽ മത്സരിക്കട്ടെ എന്നൊന്നും പറയേണ്ട കാര്യമില്ല. ഇവിടെ ഒരു ഏരിയൽ ഡിസ്പാരിറ്റി ഉണ്ടാകാതിരിക്കണം. ഇന്ത്യൻ ദേശീയത നിലനിൽക്കണം. ആ ദേശീയത നിലനിൽക്കുന്നതിന് വേണ്ടി ഒരു ദേശീയ നേതാവ് 2 പ്രദേശത്തുമായിട്ട് മത്സരിക്കുകയാണ്. അത് ഇന്ത്യയിൽ ആദ്യത്തെ കാര്യമല്ലല്ലോ. ഇന്ത്യയിൽ 2 സംസ്ഥാനങ്ങളിൽ ഒരേ തെരഞ്ഞെടുപ്പിൽ 2 നിയോജക മണ്ഡലങ്ങളിൽ മത്സരിച്ച 1 ഡസൻ ആളുകളുടെ പേര് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രമുഖ നേതാക്കന്മാർക്കും അറിയാമല്ലോ. ഞാനതൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. പറയുന്ന എതിർപ്പാണ്, അങ്ങനെ അതിനോടുള്ള എതിർപ്പല്ല ഇവിടെ വരുന്നത്. ഒരു കാര്യമേ ഉള്ളൂ, ഇപ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്ന ഈ നിലപാടുണ്ടല്ലോ, ഈ നിലപാട് എല്ലാ മണ്ഡലങ്ങളിലും സ്വീകരിക്കുവാൻ UDF-നും കോൺഗ്രസിനും സാധ്യമാകുന്നതാണോ? CPM-നെതിരെ ഒരക്ഷരവും മിണ്ടാതെ എങ്ങനെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടും? മുഴുവൻ BJP വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ട്, മോദി വിരുദ്ധത പ്രചരിപ്പിച്ചുകൊണ്ട് എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനാവും? നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിൽ സംസ്ഥാന സർക്കാരിൻ്റെ വിലയിരുത്തൽ കൂടി ഉണ്ടാകുമല്ലോ. ഏറ്റവും ഒടുവിൽ ഈ പ്രളയ വിഷയം ഉന്നയിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള വിലയിരുത്തലായിരിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ഘോരഘോരം പ്രസംഗിക്കുന്നുണ്ടല്ലോ. ആ ഒരു സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞ ഈ CPM-നെതിരെ ഒരക്ഷരം ഞാൻ മിണ്ടില്ല എന്ന് പറയുന്നത് ഇത് കോൺഗ്രസ് അണികൾക്കിടയിൽ അങ്കലാപ്പുണ്ടാക്കുന്നതല്ലേ? ഒരങ്കലാപ്പുമില്ല. ഞങ്ങൾ അജണ്ട ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഞങ്ങളുടെ ഫസ്റ്റ് അജണ്ട പാർലമെൻറ്റ് ഇലക്ഷനാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ മോഡിക്ക് അധികാരത്തിൽ വരാതിരിക്കുന്നതിനുള്ള നടപടിയെടുക്കുക. നരേന്ദ്രമോദിയുടെ 5 കൊല്ലക്കാലത്തെ ഭരണം ഞങ്ങൾക്ക് തൃപ്തികരമല്ല, ജനങ്ങൾക്ക് തൃപ്തികരമല്ല, രാജ്യത്തിന് ഗുണകരമല്ല. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ്റിനെ മാറ്റുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഫസ്റ്റ് അജണ്ട. ഒരജണ്ടയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് സൈഡ് ഇഫക്ട്സ് ഒക്കെ പലതുണ്ടാകും. ആ സൈഡ് ഇഫക്ട്സാണ് ഞങ്ങളുടെ മെയിൻ അജണ്ട, മെയിൻ തീം എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ട പാർലമെൻറ്റ് ഇലക്ഷനാണ്. പാർലമെൻറ്റ് ഇലക്ഷനിൽ ഞങ്ങളെ ഒപ്പോസ് ചെയ്യുന്നത് BJP ആണ്. നിശ്ചയമായും BJPക്കെതിരായിട്ടൊരു നിലപാട് ഞങ്ങൾ എടുക്കുകയാണ്. നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം ഒത്തിരി വിച്ച് ഹണ്ടിങ് നമ്മുടെ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ആ നടപടികളോട് ഞങ്ങൾ യോജിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ ദേശീയ നേതാവ് കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾ ഈ കാര്യത്തിൽ മറ്റുള്ള ആളുകളുടെ നോക്കി എന്ന് പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പ് നിലവാരം താക്കുന്നില്ല അദ്ദേഹം. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഉന്നത നിലവാരം നിലനിർത്തുകയാണ്. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ BJPക്കെതിരായിട്ടുള്ള ഒരു മത്സരം എന്നുള്ള നിലയിൽ ഇതിനെ ഫോക്കസ് ചെയ്യുകയാണ്. പക്ഷേ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏരിയ ചെറുതാണ്. അവരുടെ ഏരിയ ചെറുതായതുകൊണ്ട് അവർ പറയുന്നത് ഞങ്ങളെക്കുറിച്ച് കൂടി എതിർത്തോ എന്നൊരു മട്ടിലാണ് പറയുന്നത്. ഇന്ന് ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് ഞങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് കുറേ കാര്യം പറയാനുണ്ട് എന്നാണ് പറയുന്നത്. അവർക്ക് ഒത്തിരി കാര്യം പറയാനുണ്ട്, അവരത് പറഞ്ഞോട്ടെ. പക്ഷേ പാർലമെൻറ്റ് ഇലക്ഷനിൽ അവരുടെ വർത്തമാനത്തിന് അത്ര ശക്തി വരില്ല. പാർലമെൻറ്റ് ഇലക്ഷനിൽ ഞങ്ങൾ ഒരു പർവ്വതം പോലെ വരാൻ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയുമായിട്ടാണ് ഞങ്ങൾ മത്സരത്തിലോട്ട് നിൽക്കുന്നത്. അതിനിടയ്ക്ക് ഈ ചിന്ന കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങളെ മെയിൻ ലക്ഷ്യത്തിൽ നിന്ന് വഴിതെറ്റിക്കാൻ ശ്രമിക്കാതെ നമുക്ക് ആ മെയിൻ ലക്ഷ്യത്തിലെത്താം. അതിനുവേണ്ടി തന്നെയുള്ള പരിശ്രമത്തിലാണ്. ശരി, ശ്രീ JR പത്മകുമാർ, ഇന്ന് രാഹുൽ ഗാന്ധി സ്വീകരിച്ചിരിക്കുന്ന ഈ നിലപാട് ഇതിനെ BJP എങ്ങനെയാണ് കാണുന്നത്? അല്ല, രാഹുൽ ഗാന്ധി കാലത്തിൻ്റെ ചുവരെഴുത്ത് മനസ്സിലാക്കി എന്നുള്ളതാണ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഒരു പ്രതിസന്ധിയെ അല്ല. ഇവിടെ മത്സരം നടക്കുന്നത് NDAയും കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UPAയും കൂടിയാണ് എന്നുള്ളതാണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ള കാര്യം. CPM-നെ ഇവിടെ കരുതേണ്ട കാര്യമില്ല. മാത്രമല്ല, എത്ര ചവിട്ടി തൊഴിച്ചാലും എത്ര അവഗണിച്ചാലും ഈ CPM എപ്പോഴും അന്ധമായ BJP വിരോധത്തിൻ്റെ പേരിൽ ഞങ്ങളുടെ പിന്നാലെ കൂടിക്കോളും എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ CPM-നെതിരായിട്ട് ഒന്നും പറയില്ല എന്നുള്ളത്. അതാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞത്. ഈ കോമാലി സഖ്യം എന്ന് പറഞ്ഞത് കോൺഗ്രസ് മാർക്സിസ്റ്റ് ലീഗ് സഖ്യമാണ് കേരളത്തിലുള്ളത്. BJPയെ പരാജയപ്പെടുത്താൻ ഇപ്പോൾ ഒന്നും പറയില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം പറയുന്നത് ഞങ്ങൾ രാഷ്ട്രീയ ഇന്ത്യയെ ഒന്നായി കാണാനെങ്കിൽ ആ ഒരു വീട്ടിൽ തന്നെ 2 പേര് മത്സരിക്കുന്നുണ്ടല്ലോ. ഒരു വീട്ടിൽ നിന്ന് ഒരാൾ നമ്മളെ നാഗാലാൻഡിലും മഹാരാഷ്ട്രയിലും, ഒരാൾ അല്പം ഇവിടെ മത്സരിക്കാൻ വന്ന ആൾ കാശ്മീരിലും പോയി മത്സരിച്ചാൽ ഈ 4 അതിരുകളും ഏകദേശം ആയല്ലോ. ഇന്ത്യയുടെ ഐക്യം
ഒരു വീട്ടിലെ ആളുകൾ കൊണ്ടൊക്കെ നമുക്ക് ഊട്ടി ഉറപ്പിക്കാൻ കഴിയുമല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ് അത് പറയുന്നത്? ഇതിൻ്റെ യഥാർത്ഥ വസ്തുത എല്ലാവർക്കും അറിയാം. അമേഠിയിൽ മത്സരിക്കാൻ കഴിയില്ല. അവിടെ നിങ്ങൾ കണ്ടതാണ് നമ്മുടെ അമേഠിയിൽ മത്സരിക്കുന്നുണ്ടല്ലോ. അല്ല, ജയിക്കാൻ കഴിയില്ല. ജയിക്കാൻ കഴിയുന്ന ഒരു സേഫ് സീറ്റ് വേണം. അമേഠിയിൽ സ്കൂൾ കുട്ടികളുടെ ഈ അടുത്ത ദിവസം ഇദ്ദേഹം ചെന്നിട്ട് ഇൻട്രാക്ഷൻ നടത്തിയ സമയത്ത് പരാധീനതകൾ പറഞ്ഞപ്പോൾ ഒരു പെൺകുട്ടിയോട് ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ എന്താ മോഡിയുടെ ചോദിക്കാൻ. സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ലൈവായി അമേഠിയിൽ നിന്ന് ഒളിച്ചോടി എന്ന വാദത്തിന് പ്രസക്തി ഇപ്പോൾ എന്തായാലും ഇല്ല. കാരണം 2 മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന കാര്യമൊന്നുമല്ല. നരേന്ദ്രമോദി കഴിഞ്ഞ തവണ വഡോദരയിൽ മാത്രമല്ല മത്സരിച്ചത്. അതൊരു സിറ്റിംഗ് സീറ്റൊന്നും അല്ലായിരുന്നല്ലോ ഞങ്ങളുടെ. സിറ്റി സീറ്റിംഗ് അല്ല, ഞങ്ങളവിടെ പോയി അതിന് ഗുണവും ഉണ്ടായി. 73 സീറ്റ് നേടിക്കൊണ്ടോ. 80 സീറ്റിൽ 73 സീറ്റും BJP നേടി. അതുപോലെ തന്നെയാണ് കൂടുതൽ സീറ്റുകൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് നേടുന്നതിന് യുപിയിൽ ഇദ്ദേഹം മത്സരിക്കല്ലോ. ഇത്ര മാസ്മരിക ശക്തിയുള്ള ആളാണെങ്കിൽ യുപിയിൽ 2 സീറ്റ് നേരത്തെ ഉണ്ടായിരുന്നത് നിലനിർത്താനെങ്കിലും ഇപ്പൊ കഴിയുമോ? കഴിയുമോ? അപ്പൊ അവിടെ കഴിയാതെ വരികയും അല്ല, അങ്ങനെ പേടിച്ചോടണമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അവിടെ മത്സരിക്കാതിരിക്കാമായിരുന്നു. അല്ല, അത് അങ്ങനെ മണ്ഡലങ്ങൾ സുരക്ഷിത മണ്ഡലം എന്ന് പറയുന്നത് വയനാട് ഈ ചർച്ച മഞ്ജുഷേ 23-ാം തീയതി കഴിയുമല്ലോ. നമുക്ക് കൗണ്ടിങ് മെയ് 23-ാം തീയതി അറിയാമല്ലോ. അമേഠിയിൽ അദ്ദേഹത്തിന് ബോധ്യമുണ്ട്. അവിടെ ആ രീതിയിലുള്ള വികസനമാണ് ഇപ്പോൾ കേരളത്തിൽ നൽകാമെന്ന് പറയുന്നത്. അവിടുത്തെ കുട്ടികളോട് പറഞ്ഞത് നിങ്ങൾ മോഡിയോട് ചോദിക്കുക എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമായിട്ട് ചിലപ്പോൾ ഒരു ധാരണ ഉണ്ടായിട്ട് ഇവിടെ ഒന്നും പറയില്ല. ഇപ്പോൾ കോൺഗ്രസ്സുകാർ മാർക്സിസ്റ്റുകാരെ പോലെ തന്നെ കോൺഗ്രസ്സുകാരും ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ വെട്ടിലായി. ഈ രാഹുൽ ഗാന്ധി മാർക്സിസ്റ്റുകാരെ കൂടി ഒന്നും പറയില്ല എന്ന് പറയുമ്പോൾ കാസർഗോഡ് ശരത്ലാലിൻ്റെ അച്ഛനോടും അമ്മയോടും ചെന്ന് പറയണം കോൺഗ്രസ്സുകാർ എൻ്റെ നേതാവ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, CPM-നോടൊന്നും പറയരുത്. ഇപ്പോൾ വടകരയിൽ വലിയ പിന്തുണ കൊടുക്കുന്നുണ്ടല്ലോ. ഈ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കുന്നുണ്ട്. KK രമയോട് എന്ന് പറയണം എൻ്റെ നേതാവ് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒന്നും കൊടുക്കില്ല എന്ന്. അതുപോലെ സുക്കൂറിൻ്റെയും ഷുഹൈബിൻ്റെയൊക്കെ ഉപ്പാപ്പയും ഉമ്മയുടെയൊക്കെ അടുത്തത് പറയണം, എൻ്റെ നേതാവ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എതിരായിട്ട് ഒന്നും പറയില്ല എന്ന് പറയണം. കാര്യം ഇതിപ്പോൾ കോൺഗ്രസും ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കൊണ്ട് കോൺഗ്രസും വെട്ടിലായിട്ടുണ്ട്, CPM-ഉം വെട്ടിലായിട്ടുണ്ട്. പിന്നെ ഇദ്ദേഹം നമ്മുടെ ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ പറഞ്ഞൊരു കാര്യമുണ്ട്, BJP ഭരണം കൊണ്ട് ആർക്കൊക്കെ എന്തൊക്കെ ഡിസ്കംഫർട്ട് ഉണ്ടായിട്ടുണ്ട്. രാഹുൽ ഗാന്ധിക്ക് ജാമ്യം എടുക്കേണ്ടി വന്നിട്ടുണ്ട്, ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്, ചിദംബരത്തിന് റോഡിൽ ഇറങ്ങി നടക്കാൻ ജാമ്യം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ സ്ഥാനാർത്ഥി കീർത്തി ചിദംബരത്തിന് റോഡിൽ ഇറങ്ങി നടക്കാൻ ജാമ്യം എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി നേതാക്കന്മാർക്ക് ഇനിയും ജാമ്യം എടുക്കേണ്ടി വരും. ഇനിയും BJP ഗവൺമെൻറ് അല്ലെങ്കിൽ NDA ഗവൺമെൻറ് തുടർന്നാൽ. കാരണം ഇവരുടെ തട്ടിപ്പും വെട്ടിപ്പും ഇനി നടക്കില്ലെന്ന് അവർക്ക് തന്നെ ബോധ്യമായി. അപ്പോൾ എങ്ങനെയെങ്കിലും ഇനി ഈ ഗവൺമെൻറ് താഴെ ഇറക്കണം. അതിനുള്ള ശക്തിയുണ്ടോ? ഇല്ല. നമുക്കെല്ലാം അവിടെ പരസ്പരം മത്സരിക്കുന്നവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് BJP-യെ തോൽപ്പിക്കാം. എല്ലാവരും കൂടി ഒരുമിച്ച് വന്ന് അത് തന്നെയാണ് ജനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി നോക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇച്ഛാശക്തിയുള്ള ഒരു തീരുമാനമെടുക്കാൻ കഴിവുള്ള ഒരു ഭരണാധികാരി വേണം എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ BJP കോൺഗ്രസും വെട്ടിലായിരിക്കുകയാണ്, ഇടത് പാർട്ടികളും വെട്ടിലായിരിക്കുകയാണ് എന്ന് പറയുമ്പോഴും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നതിനെ എതിർത്തവരുടെ ശബ്ദം നോക്കുകയാണെങ്കിൽ അവിടെ BJP-യുടെയും ഇടത് പാർട്ടികളുടെയും ശബ്ദം ഒന്നായിരുന്നു. അങ്ങനെ അല്ലല്ലോ. രാഹുൽ ഗാന്ധി ഇന്ന് വളരെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞങ്ങൾ ഒരേ ലക്ഷ്യം വെച്ച് പെരുമാറുന്ന ആളുകളാണ്, ഞങ്ങൾ ഒരു കുടക്കീഴിൽ പോകാൻ പാടുള്ള ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഇപ്പം ഞാൻ അതുകൊണ്ട് ഒന്നും പറയുന്നില്ല. ഞങ്ങളെല്ലാം രണ്ടുപേരും എതിർക്കുന്നത്. ഇപ്പോൾ അവിടെ ഈ കേരളത്തിൽ നോക്കൂ, ഈ കോൺഗ്രസ് മുന്നണി ഏറ്റവും കൂടുതൽ ശക്തമായി എതിർക്കുന്നത് CPM-ൻ്റെ കളി ഞങ്ങളെയാണ്. CPM-ൻ്റെ മുന്നണി ഈ LDF ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് കോൺഗ്രസിലെ അല്ല BJP-യാണ്. ഇപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമാണ് മോഡിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ വിജയിക്കുന്നില്ല. മാത്രമല്ല ഇവർ ഇപ്പോൾ ആനന്ദവട്ടം നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടി പറയാൻ എനിക്ക് അവസരം തരുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ മോഡിയെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഈ പ്രവർത്തിക്കുന്നത് കേരളത്തിൽ. എങ്ങനെയാണെങ്കിൽ ഈ കാസർഗോഡ് ശരത്ലാൽ ഉൾപ്പെടെ 2 കോൺഗ്രസ്സുകാരെ വെട്ടിക്കുന്നത് മോഡിയെ താഴെ ഇറക്കാനാണോ? ഈ അരിൽ സുക്കൂറിനെ അറുത്തു കൊന്നത് മോഡിയെ താഴെ ഇറക്കാനാണോ? സുഹൈബിനെ വെട്ടിക്കൊന്നത് താഴെ ഇറക്കാനാണോ? നമ്മുടെ ചന്ദ്രശേഖരനെ കൊന്നത് മോഡിയെ താഴെ ഇറക്കാനാണോ? അല്ലല്ലോ. അതൊന്നുമല്ല. അപ്പം ഇവരുടെ അവസരവാദ രാഷ്ട്രീയമാണ്. ഓരോ സമയത്തും അധികാരത്തിലെത്തുന്നതിന് വേണ്ടി എന്ത് ഹീനമായ നിലപാടുകൾ സ്വീകരിക്കും. ഇപ്പോൾ രാഷ്ട്രീയമായി സത്യസന്ധതയില്ലാത്തൊരു നിലപാട് കേരളത്തിൽ സ്വീകരിച്ചു. എന്തായാലും രാഹുൽ ഗാന്ധി ഒരാക്ഷേപവും CPM-നെതിരെ ഉന്നയിക്കുന്നില്ല എന്ന് പറയുന്നു. മുഖ്യമന്ത്രി പറയുകയാണ് ഞങ്ങൾക്ക് ഉന്നയിക്കുവാൻ കാര്യങ്ങളുണ്ട് രാഹുൽ ഗാന്ധിക്കെതിരെ എന്ന്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ ഇതിനേക്കാൾ ശക്തമായ രീതിയിൽ തന്നെ
രാഹുലിനും കോൺഗ്രസിനുമെതിരെയുള്ള പ്രചാരണം ശക്തമാക്കുവാനാണല്ലോ CPM-ന്റെയും ഇടത് പാർട്ടികളുടെയും തീരുമാനം. അങ്ങനെ വരികയാണെങ്കിൽ ആ ഒരേ ഒരു ലക്ഷ്യമുണ്ടല്ലോ, BJP വിരുദ്ധത. അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കോൺഗ്രസ് വിരുദ്ധത നിങ്ങൾക്ക് മുന്നോട്ട് വെക്കേണ്ടി വരും കേരളത്തിൽ. അല്ല, കേരളത്തിൽ UDF ആണ് LDF-ന്റെ മുഖ്യമായ എതിരാളി, BJP അല്ല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ പറയുന്ന രാഷ്ട്രീയം BJP വിരുദ്ധതയാണ്. അത് ഞാൻ പറയട്ടെ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാകുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJP ആണ്. BJP-യുടെ നിലപാടിനെ ഞങ്ങൾ അതിശക്തിയായി എതിർക്കും. അതേസമയം കോൺഗ്രസിൻ്റെ നിലപാടിനെയും കേരളത്തിൽ എതിർക്കും. കോൺഗ്രസ് ദേശീയ തലത്തിൽ എടുക്കുന്ന നിലപാടുകൊണ്ട് ആ കോൺഗ്രസ് എന്ന് പറഞ്ഞ ഒരു ദേശീയ പാർട്ടിയാണ്, ഇവിടെ കേരളത്തിൽ മാത്രമുള്ള പാർട്ടിയല്ല. പക്ഷേ തിരുവഞ്ചൂർ പറഞ്ഞ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് ആ പരമമായ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്, BJP-യെയും മോദി സർക്കാരിനെയും താഴെ ഇറക്കുക എന്ന ലക്ഷ്യത്തിലേക്ക്. അല്ല, ഞാൻ പറഞ്ഞ് തീർക്കുന്നതിന് മുമ്പാണ് മഞ്ജുഷിൻ്റെ ഇടപെടൽ. ഞങ്ങൾക്ക് അതേസമയം ഇവിടെ കേരളത്തിൽ ഈ കോൺഗ്രസിൻ്റെ UDF-നെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ 20 സീറ്റിലും ജയിച്ചു വന്നാൽ, LDF ജയിച്ചു വന്നാൽ, ഞങ്ങളിവിടെ BJP-ക്കെതിരായിട്ടുള്ള നിലപാടെടുക്കുക കേന്ദ്രത്തിൽ. അവിടെ BJP പരാജയപ്പെടുത്താൻ അധികാരത്തിൽ വരാതിരിക്കാനുള്ള നിലപാടാണ് ഇപ്പോഴും ഉള്ളത്. അധികാരത്തിൽ വന്നതിന് ശേഷവും അവിടെ 2004 നമ്മളെടുത്തൊരു നിലപാടുണ്ടല്ലോ. ആ നിലപാട് ഞങ്ങൾ അവിടെ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രാതിനിധ്യം കൂട്ടുക എന്നുള്ളതാണ്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ലക്ഷ്യമാണ്. അതിനുവേണ്ടി കോൺഗ്രസും പരിശ്രമിക്കും. ഒരു 125 സീറ്റെങ്കിലും കിട്ടാത്ത കോൺഗ്രസിന് ഈ മോദി സർക്കാരിനെ താഴെ ഇറക്കുക എന്ന പരമമായ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല എന്ന് അവർക്ക് ബോധ്യമുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ബോധ്യമുണ്ട്, ഒരു ദേശീയ പാർട്ടി എന്ന ഇമേജിൽ നിന്നും മാറി നിൽക്കേണ്ടി വരും ഇവിടെ ഈ പറയുന്ന സീറ്റുകൾ കരസ്ഥമാക്കിയില്ല എങ്കിൽ. അപ്പോൾ നിങ്ങളുടെ മൂന്നാമത്തെ ലക്ഷ്യമേ ആവുന്നുള്ളൂ മതേതര ജനാധിപത്യ സർക്കാരിനെ അധികാരത്തിൽ കൊണ്ടുവരിക. അതിന് മുൻപുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലോക്സഭയിലെ പ്രാതിനിധ്യം കൂട്ടുക എന്നുള്ളതാണ്. അല്ലല്ലോ, മഞ്ജുഷും ഞാനും ഒക്കെ നമ്മളൊക്കെ ഇവിടെ ജീവിച്ചിരുന്നതല്ലേ. 2004 ഇവിടെ ഒറ്റ സീറ്റിൽ കോൺഗ്രസ് ജയിച്ചില്ലല്ലോ. ജയിക്കാതിരുന്ന ഞങ്ങൾ മുഴുവൻ സീറ്റിലും ജയിച്ചു. ഒരു സീറ്റ് മുസ്ലിം ലീഗ് ജയിച്ചു, ഒരു സ്വതന്ത്രനും 700 വോട്ടിന് ഒഴിച്ചാൽ ബാക്കി 18 സീറ്റും ഇടതുപക്ഷ മുന്നണിയിലെ ജയിച്ചിട്ട് ഞങ്ങൾ അവിടെ പോയി വാജ്പേയി ഗവൺമെൻറ്റിനെ താഴെ ഇറക്കുക എന്നുള്ള വാക്ക് പാലിക്കുകയല്ലേ ചെയ്തത്. അതുവരെ വാജ്പേയി ഗവൺമെൻറ് ആയിരുന്നു, BJP ഗവൺമെൻറ് ആയിരുന്നു. അതിനുശേഷം മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ഞങ്ങൾ പിന്തുണ കൊടുത്ത് കണ്ടീഷൻ്റെ അടിസ്ഥാനത്തിൽ, വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ. ആ ഗവൺമെൻറ്റല്ലേ ഇന്ത്യ വീണ്ടും ഈ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ രണ്ടാം UPA ഗവൺമെൻറ് ഉണ്ടാക്കാൻ സൗകര്യം കൊടുത്ത്. അല്ല, അതിന്റെ എല്ലാം സ്മരണകൾ ഉള്ളത് കൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി പറയുന്നത് CPM-നെതിരെ ഞാനൊരു അക്ഷരം മിണ്ടുകയില്ല എന്ന്. അത് രാഹുൽ ഗാന്ധിക്ക് തോന്നി, ഇവിടെയുള്ള കോൺഗ്രസ്സുകാർക്ക് തോന്നിയില്ല. ഇവര് പോയി രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ഞങ്ങളെ 18 പേരെ ജയിപ്പിച്ചു വിടൂ, അല്ലെങ്കിൽ 20 പേരെ ജയിപ്പിച്ചു വിടൂ, ഞങ്ങൾ അവിടെ വന്ന് കോൺഗ്രസിന് പിന്തുണ തരാമെന്നല്ലേ നിങ്ങൾ പറയുന്നത്? ഞങ്ങൾ അത് പറഞ്ഞാൽ മതി ജനങ്ങളോട്. അല്ല, പത്മകുമാറിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ കോൺഗ്രസിൻ്റെ അവിടുത്തെ കൊലപാതകമോ ആത്മഹത്യയോ മാനഭംഗപ്പെടുത്തലോ അത് ഇന്ത്യ രാജ്യത്തെ സ്ഥിതി എന്താ? നിങ്ങൾ ആരെയാണ് സംരക്ഷിച്ചത്? ഈ കണ്ട് മോഡി ഒരു സ്റ്റേണായ നിലപാടെടുക്കുന്ന ആളാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞു നടക്കുന്നില്ല. ആ ആരും പറഞ്ഞാൽ കേൾക്കാത്ത സ്റ്റേണായ നിലപാടത്തിൻ്റെ ഫലമായിട്ടല്ലേ നോട്ട് അസാധുവാക്കലും GST നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പൽഘടനയെ എതിർക്കുന്ന ഒരു ബിംബമാണല്ലോ രാഹുൽ ഗാന്ധി എന്നുള്ളത്. ഇതുവരെ രാഹുൽ ഗാന്ധിയുടെ ആ ശ്രമത്തിന് നിങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു. ആ നീക്കങ്ങൾക്ക് മോദിക്കെതിരെ സംസാരിക്കുന്നതിനൊക്കെ നിങ്ങളുടെ പിന്തുണ ഉണ്ടായിരുന്നു. പൊടുന്നനെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്നപ്പോൾ നിങ്ങൾ പ്ലേറ്റ് തിരിച്ചു വെക്കുകയാണ്. എങ്ങനെ രാഹുൽ ഗാന്ധി എല്ലാ കാര്യത്തിലും അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടില്ല. രാഹുൽ ഗാന്ധി BJP-യെ തോൽപ്പിച്ചുകൊണ്ട് ഏത് പാർട്ടിയിലുള്ളവർ വന്നാലും ശരി അവരോടൊക്കെ സഹകരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഇവിടെ വയനാടിൽ രാഹുൽ ഗാന്ധിക്കെതിരായി നല്ല കണ്ടസ്റ്റ് ഞങ്ങൾ ഇടതുപക്ഷ മുന്നണി. അത് അവസരവാദമല്ല, ഞങ്ങളുടെ നയമാണ്, നിലപാടാണ്. ഞങ്ങൾ കോൺഗ്രസിനോട് കൂട്ടുപിടിച്ചുകൊണ്ട് BJP-യെ തകർക്കലോ, BJP-യെ കൂട്ടുപിടിച്ചുകൊണ്ട് കോൺഗ്രസിനെ തകർക്കലോ ഞങ്ങളുടെ നിലപാടല്ല. രണ്ടിനെയും എതിർക്കലാണ് ഞങ്ങളുടെ നിലപാട്. തമിഴ്നാട്ടിൽ നിങ്ങൾ ഒരു പോസ്റ്ററിൽ ഞങ്ങൾ കോൺഗ്രസുമായിട്ടും BJP-ആയിട്ടും കൂട്ടുകൂടിയിട്ടില്ല. കേൾക്ക്, അവിടെ DMK ആണ് പ്രധാന കക്ഷി. ആ DMK ഞങ്ങളുമായി ഞങ്ങൾ DMK-യും ഞങ്ങളുമായി ധാരണയല്ലാതെ ഒരു മുന്നണിയുമില്ല. ആ ധാരണയിൽ കോൺഗ്രസ് വന്ന DMK കൂട്ടുപിടിച്ചു.
അതിന് അവർക്ക് ആർക്കും വേണ്ടി ഇത് വിചിത്രമായ record. അപ്പോ അതൊന്നുമല്ല. ശ്രീ ആൽഫ്രഡ് അല്ലല്ല, ഒരു സെക്കൻഡ് അല്ലല്ല. മുസ്ലിം ലീഗോ വേറെ ഏതെങ്കിലും കക്ഷിയോ കൂട്ടുപിടിച്ചാൽ നിങ്ങൾ എന്ത് ഞങ്ങൾ ആ മുന്നണിയിൽ ഇല്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. ഒരു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇവിടെ തമിഴ്നാട് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്, കോൺഗ്രസും പോയി DMK ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം കോയമ്പത്തൂരിൽ BJPക്കെതിരെ നിങ്ങൾ മത്സരിക്കുന്നുണ്ടല്ലോ, അവിടെ കോൺഗ്രസിന്റെ പിന്തുണ വേണ്ട എന്ന് നിങ്ങൾ പറയുമോ? അല്ല, ഞങ്ങൾ ഒറ്റ കാര്യമുണ്ടല്ലോ, ഞങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ടല്ലോ. BJP മത്സരിച്ച് അവർ ജയിക്കാൻ സാധ്യതയുള്ളിടത്ത് ആ BJPക്കെതിരായി ജയിക്കുന്ന ഏത് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാലും ഞങ്ങൾ അവർക്ക് വോട്ട് ചെയ്യും. ഞാൻ ചോദിച്ചു, കോൺഗ്രസ് മത്സരിക്കുന്നിടത്ത് CPI സ്ഥാനാർത്ഥി ഉണ്ടോ? അവിടെ തമിഴ്നാട്ടില് ഞങ്ങൾക്ക് സ്വാധീനമുള്ളിടത്ത് ഞങ്ങൾ സ്വാധീനമല്ലല്ലോ, നിങ്ങൾ അവസരവാദ നിലപാട്. അംഗബലമല്ല പ്രശ്നം, അംഗബലമല്ലല്ലോ. ഞങ്ങളെ CPM-നെതിരെ ഒരക്ഷരം മിണ്ടില്ല എന്ന് പറയുമ്പോൾ മറ്റ് മണ്ഡലങ്ങളിൽ എങ്ങനെയായിരിക്കും? ഉദാഹരണത്തിന് കാസർഗോഡ് നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും? CPM-നെതിരെ അവിടെ ഒരക്ഷരവും നിങ്ങൾ മിണ്ടില്ലേ? വടകരയിൽ നിങ്ങളുടെ നിലപാട് എന്തായിരിക്കും? ഒരക്ഷരവും CPM-നെതിരെ നിങ്ങൾ മിണ്ടില്ലേ? അങ്ങനെ ഓരോ മണ്ഡലങ്ങൾ എടുത്താൽ ഇവിടെ എല്ലാം ഇതായിരിക്കുമോ നിലപാട്? അതോ വയനാട്ടിൽ മാത്രം രാഹുൽ ഗാന്ധിയുടെ നിലപാടാണോ ഇത്, CPM-നെതിരെ ഒരക്ഷരം മിണ്ടുകയില്ല എന്നത്? നേരത്തെ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി എന്തിങ്ങോട്ട് പറഞ്ഞാലും ശരി, ഞാൻ CPM-നെതിരായിട്ടൊന്നും പറയാൻ പോകുന്നില്ല, അത് ക്ഷമയോടുകൂടി ചിരിച്ചുകൊണ്ട് അത് കേട്ടിരിക്കും എന്നേ പറയുന്നുള്ളൂ. അവരോട് മിണ്ടരുതെന്നും പറഞ്ഞിട്ടില്ല, അവർക്കിഷ്ടമുള്ളത് പറഞ്ഞു പോകാം. ഇത്രയ്ക്ക് ഉള്ളൂ എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ അർത്ഥം കേരളത്തിലെ മറ്റ് പ്രദേശങ്ങളിൽ ഞങ്ങൾക്കിത് പറയരുതെന്ന് എന്താ വിലക്ക്? മാർക്സിസ്റ്റ് പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഭീഷണിയും വിഷമവും പീഡനവും അക്രമവും എല്ലാം സഹിച്ച് ജീവിക്കുന്ന ഒരു ജനവിഭാഗം കേരളത്തിലുണ്ട്. സ്വാഭാവികമായിട്ട് അവിടെയൊക്കെ ഈ ചർച്ച വരും. ഈ ഗവൺമെൻറ് ചെയ്യുന്ന ഓരോ സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യുന്ന ഓരോ പ്രവർത്തനത്തിലും തിക്തഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ട്. ആ പാവപ്പെട്ട ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറയാതിരിക്കാൻ പറ്റുമോ? പക്ഷേ രാഹുൽ ഗാന്ധി ഈ കാര്യത്തിനകത്ത് അദ്ദേഹം CPM അവരെന്ത് പറഞ്ഞാലും ശരി, അദ്ദേഹം CPM-നെ വിമർശിക്കാനില്ല എന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം? അതല്ലാതെ കേരളത്തിൽ ഇനി മേലാൽ CPM-നെതിരായിട്ട് ഞങ്ങൾ അക്ഷരം മിണ്ടില്ല എന്ന് പറയുന്ന രൂപത്തിൽ, അതായത് ശ്രീ തിരുവനന്തപുരം ആദ്യം പറഞ്ഞ ആ കാര്യം തന്നെയാണ്. ഇവിടെ മത്സരം UDF-ഉം BJP-യും തമ്മിലാണ് എന്ന രീതിയിലുള്ള പ്രചാരണം നടത്തുക. അത് എല്ലാവരും ചെയ്യുന്ന കാര്യമാണല്ലോ, LDF-ഉം UDF-ഉം ചെയ്യുന്ന കാര്യമാണ്. അതിൽ ആരാണ് മുമ്പൻ എന്ന തർക്കമാണല്ലോ ഉള്ളത്. ന്യൂനപക്ഷ വോട്ടുകൾ കരസ്ഥമാക്കുവാനുള്ള തന്ത്രം അതും വളരെ സമർത്ഥമായിട്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ ഇന്ന് നിർവഹിച്ചു മടങ്ങിപ്പോയിരിക്കുകയാണ്. അതിനെ കോൺഗ്രസ് നേതാക്കൾ കൈയടിച്ച് സ്വീകരിക്കുകയാണോ, അതോ രാഹുൽ ഗാന്ധിയുടെ ഒരു മാന്യത എന്ന രീതിയിൽ കാണുകയാണോ? അത് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ മാന്യതയാണ്. ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് വരുന്നു, ആ തെരഞ്ഞെടുപ്പിനകത്ത് രാഹുൽ ഗാന്ധി ഒരു കാര്യവും വ്യക്തിപരമായി അവരെക്കുറിച്ച് രാഷ്ട്രീയവും പറയുന്നില്ല. പക്ഷേ ഇവിടെ BJP എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഉണ്ട്, ആ നിലപാടിനെക്കുറിച്ച് വിമർശിക്കുകയും ചെയ്യും. മറ്റ് സ്ഥലങ്ങളിലൊക്കെ, മറ്റ് സ്ഥലങ്ങളിൽ മാത്രമല്ല വയനാട്ടിലും മാർക്സിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റാണെങ്കിൽ തെറ്റെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരില്ലേ? അവർ ഈ സംസ്ഥാനത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ ഞങ്ങളെ കിട്ടുമോ? ഞങ്ങളുടെ പാവപ്പെട്ട കുട്ടികളെ കുത്തിക്കൊന്നില്ലേ, വെട്ടിക്കൊന്നില്ലേ? ഞങ്ങൾക്കതിന് ചോദ്യം ചോദിക്കേണ്ടി വരില്ലേ? അതാണ് ചോദ്യം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. രാഹുൽ ഗാന്ധി കാസർഗോഡ് പെരിയയിലെ ആ 2 കുടുംബങ്ങളിലും വന്ന് അവിടുത്തെ രക്ഷിതാക്കളെ കണ്ട് കെട്ടിപ്പിടിച്ച് മടങ്ങിയിട്ട് അധിക ദിവസങ്ങൾ ആയിട്ടില്ല. അതിനു മുമ്പ് രാഹുൽ ഗാന്ധി CPM-നെതിരെ ഒരക്ഷരം ഉരിയാടില്ല എന്ന് പറയുമ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ് കോൺഗ്രസ് അണികൾക്ക്? ആ കൊലപാതകത്തിൻ്റെ ഉത്തരവാദിത്വം CPM പോലും ഞങ്ങളല്ലെന്ന് പറഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക. ഞാനത് വളരെ ഫ്ലിംസിയാണ്. ഞാൻ ആ ചെറിയ കാര്യത്തിലോട്ട് കിടക്കുന്നേ ഇല്ല. ഇവിടെ രാഹുൽ ഗാന്ധി എടുക്കുന്ന വ്യക്തിപരമായ ഒരു രാഷ്ട്രീയ മാന്യതയുണ്ട്. അവരെ കുറിച്ചൊന്നും പറയാൻ പോകുന്നില്ല. ഈ കൊലപാതകം ഉണ്ടായ സമയത്ത് പോലും രാഹുൽ ഗാന്ധി CPM-ന്റെ പേര് ആദ്യം പറഞ്ഞിരുന്നില്ല. CPM-ന്റെ പേര് പറയാതെയുള്ള രാഹുൽ ഗാന്ധിയുടെ ട്വിറ്റർ സന്ദേശം അന്ന് തന്നെ വിവാദമായതാണ്. രാഹുൽ ഗാന്ധി ഏറ്റവും വലിയ രാഷ്ട്രീയ മാന്യത കാണിച്ചു എന്ന് ഞാൻ വീണ്ടും അടിവരെ ഇട്ട് പറയുകയാണ്. പക്ഷേ
മാർക്സിസ്റ്റ് പാർട്ടി അത് അടുത്ത നിമിഷത്തിൽ തന്നെ വായിച്ചു കളഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളതൊക്കെ പറയാം, അവർ പറഞ്ഞോട്ടെ. അവർ പറയുമ്പോൾ ഞങ്ങൾക്ക് മറുപടി പറയാമല്ലോ. സ്വാഭാവികമായിട്ട് അതിൻ്റെ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് കിട്ടുകയല്ലേ. ആ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വിനിയോഗിക്കാതിരിക്കാൻ പറ്റുമോ? അവർ കനിഞ്ഞ് ഞങ്ങൾക്ക് നൽകുന്ന ഒരു സ്വാതന്ത്ര്യമല്ലേ. ആ സ്വാതന്ത്ര്യം ഞങ്ങൾ വിനിയോഗിച്ചോളാം. ഈ സംസ്ഥാനത്തെ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ പ്രവർത്തനങ്ങളുണ്ട്, അത് ഞങ്ങൾ എക്സ്പോസ് ചെയ്യും. മാത്രമല്ല, കേരളത്തിലെ 20 സീറ്റുകളിൽ ഞങ്ങളുടെ കണ്ടസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടി അവരിപ്പോൾ സത്യം പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രസൻസോടുകൂടി. കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷം തന്നെ മാറി. കേരളം ഇപ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾക്ക് വേണ്ടി രാഹുൽ ഗാന്ധി ഇവിടെ വരുന്നു എന്നൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം ന്യൂനപക്ഷ വോട്ടുകൾ ഞങ്ങൾക്ക് അനുകൂലമായി കൊണ്ടുതന്നത് മോഡിയുടെ വർത്തമാനമാണ്. അദ്ദേഹമാണ് ഹിന്ദുത്വ വർഗീയത എടുത്തു വീശിയത്. രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഹിന്ദുത്വ വർഗീയത എടുത്ത് വീശിയത് ശ്രീ നരേന്ദ്രമോദിയാണ്. ആ നരേന്ദ്രമോദിയുടെ ഒരു നിലപാട് വന്നാൽ കേരള ജനസമൂഹം ഒരുമിച്ച് നിൽക്കും. ഇവിടെ വർഗീയതയുള്ള ജനങ്ങളല്ല കേരളത്തിൽ. പക്ഷേ ഈ വർഗീയ വിദ്വേഷം പുലർത്തുന്ന ഒരു പ്രസ്താവന വന്നപ്പോൾ അതിനെ ചെറുക്കാൻ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഒരുമിച്ച് നിൽക്കും. അത് രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും അനുകൂലമാവുകയും ചെയ്യും. ശാനത്തിൽപ്പെട്ട മാനന്തൻ, ഈ കാര്യത്തിൽ ഈ നരേന്ദ്രമോദി ഹിന്ദുത്വ വർഗീയത പറഞ്ഞുവെന്ന് കോൺഗ്രസ് പറയുമ്പോൾ മറുവശത്ത് നിങ്ങളുടെയും BJPയുടെയും ശബ്ദം ഒരേപോലെ വന്നത് ഈ ലീഗിൻ്റെ സഹായം തേടുന്നു വയനാട്ടിൽ ജയിക്കുവാനായിട്ട് രാഹുൽ ഗാന്ധി എന്ന പരാമർശമാണ്. ഈ ലീഗിൻ്റെ സഹായം തേടുന്നത് ഉത്തരേന്ത്യയിൽ വലിയ രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണ് BJP ചെയ്യുന്നത്. രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനുമെതിരെയുള്ള വലിയ പ്രചാരണ ആയുധമാക്കി മാറ്റുകയാണ്. ഈ ലീഗിൻ്റെ കൊടി ഇവിടെ പറക്കുന്നതൊക്കെ അവിടെ വേറെ രീതിയിലാണ് അവതരിപ്പിക്കുവാൻ BJP ശ്രമിക്കുന്നത്. അവിടെയും ഈ ലീഗിനെ കൂട്ടുപിടിച്ചത് നിങ്ങൾ ഈ വർഗീയത ഉയർത്തുന്നതിന് വേണ്ടിയാണ് എന്ന വാദം ഉന്നയിക്കുകയാണ്. ഞാനും മഞ്ജുഷും ഒരു കാര്യത്തിൽ ഒരു ശരിയായ കാര്യം, അതാണ് ശരിയാണ് കാര്യം നമുക്ക് ബോധ്യപ്പെട്ടത് പറഞ്ഞാൽ അത് നമ്മൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പത്മകുമാർ നിഷേധിച്ചാൽ അത് ശരി തെറ്റാവുമോ? നിങ്ങളിവിടെ മതന്യൂനപക്ഷത്തിന് സ്വാധീനമുള്ള മണ്ഡലമാണ് ഈ വയനാട് മണ്ഡലം. 35% മുസ്ലിമും 25% ക്രിസ്ത്യനും, 60%. ആ 60% ഉള്ളിടത്ത് നോക്കി അദ്ദേഹം വന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു വസ്തുതയല്ലേ? ഞങ്ങളത് പറഞ്ഞില്ല, പക്ഷേ കോൺഗ്രസിനെ എതിർക്കുന്ന BJP അത് പറഞ്ഞു. ഇത് വസ്തുതയല്ലേ? വസ്തുതയല്ലെങ്കിൽ പറയും, അന്വേഷിച്ച് പറയും. ന്യൂനപക്ഷ വോട്ടുകൾ തേടിയാണ് വന്നിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞത് അവിടെ ന്യൂനപക്ഷ ഭൂരിപക്ഷമുള്ള മണ്ഡലമാണെന്ന് പറഞ്ഞ വസ്തുതയാണോ? ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള സ്ഥലത്തേക്ക് ഒരാൾ മത്സരിക്കാൻ വരുന്നത് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ന്യൂനപക്ഷ വോട്ടുകൾ വാങ്ങിക്കൊണ്ട് ജയിക്കുവാനാണ്. ഈ ഒരു വാദം ഉന്നയിക്കാൻ എങ്ങനെ CPM ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, ഞങ്ങൾ പറഞ്ഞില്ലല്ലോ, അത് വസ്തുതയാണെന്നല്ലേ പറയുന്നത്. നിങ്ങൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വസ്തുതയാണെന്നുള്ളത്. BJP ആരോപണമായിട്ടല്ലോ ഉന്നയിക്കുന്നത്, നിങ്ങൾ പറയുന്നത് വസ്തുതയാണെന്നാണ്. അപ്പോൾ അതെങ്ങനെ ആരോപണമാകും? അല്ല, BJP അത് വർഗീയത പറയുകയാണ് എന്നാണല്ലോ മഞ്ജുഷ് പറയുന്നത്. ഞാൻ പറയുന്നതല്ല, BJP അത് പ്രചരിപ്പിക്കുന്നു എന്നാണ്. BJP പ്രചരിപ്പിക്കുന്ന അവരുള്ള വസ്തുത പറഞ്ഞു. ആ വസ്തുത ഹിന്ദുത്വ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി BJP. അവർ രാഹുൽ ഗാന്ധിയെ അവിടെ നിന്ന് വിളിച്ചു കൊടുക്കുന്നത് ഇവിടെ മതന്യൂനപക്ഷത്തിൻ്റെ വോട്ട് പിടിക്കാനാണെന്ന് അവർ പറഞ്ഞു. ആ പറഞ്ഞ കാര്യത്തിന് അത് വസ്തുതയാണെങ്കിൽ അല്ലെന്ന് പറയണോ? വസ്തുതയാണെന്നാണ് CPM ഇപ്പോഴും പറയുന്നത്. അവിടുത്തെ മണ്ഡലത്തിന്റെ സ്ഥിതി അതാണ്. ലീഗിന്റെ വോട്ട് മേടിക്കുന്നതും ഇതിനു വേണ്ടിയാണ്. ലീഗിനെ കൂട്ടുപിടിച്ചത് ഇതിനു വേണ്ടിയാണ്. അതിന്റെ അർത്ഥം ഈ മതന്യൂനപക്ഷ വിഭാഗങ്ങൾ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അവർ മുഴുവൻ വർഗീയവാദികളല്ല, ക്രിസ്ത്യാനികൾ മുഴുവൻ വർഗീയവാദികൾ, അങ്ങനെ അവർ സ്വപ്നം കാണുന്നുണ്ടാവാം. ക്രിസ്ത്യാനികൾ മുഴുവൻ വർഗീയവാദികളല്ല, മുസ്ലിങ്ങൾ ഒരു മതവിഭാഗത്തിലും പെടുന്ന മുഴുവൻ ജനങ്ങളും വർഗീയവാദികളല്ല. ഹിന്ദുക്കൾ മുഴുവൻ ഹിന്ദുത്വത്തിൽ നിൽക്കുന്നവരാ അല്ല. ഞങ്ങൾ അതിനെ എതിർക്കുന്നു. പക്ഷേ മോഡി പറഞ്ഞത് ഈ ജനസംഖ്യയുടെ ഇത് കണക്ക് വെച്ചിട്ടാണ് പറഞ്ഞത്. അല്ല, മോദി പറയുമ്പോൾ അത് വർഗീയതയും നിങ്ങൾ പറയുമ്പോൾ അതല്ല എന്ന് താങ്കൾ സമർത്ഥിക്കുകയാണ്. ഞങ്ങൾ പറയുമ്പോൾ വസ്തുത, BJP പറയുമ്പോൾ അത് ആരോപണം. ഞങ്ങളെടുത്ത നിലപാട് ഇതാണ്. ഈ ഒരു മതവിഭാഗത്തിലുമുള്ള ആൾക്കാരെല്ലാം ആ മതവിഭാഗത്തിൻ്റെ മേധാവിത്വം പറയുന്ന അനുസരിച്ച് കേൾക്കുന്നവരല്ല. ഹിന്ദുത്വത്തിൻ്റെ മുഴുവൻ അട്ടിപ്പേർ BJP പറഞ്ഞാൽ, RSS പറഞ്ഞാൽ ഹിന്ദുക്കൾ മുഴുവൻ RSS, ഹിന്ദുക്കൾ മുഴുവൻ BJP. മുസ്ലിം സമുദായത്തിൻ്റെ മുസ്ലിങ്ങൾ മുഴുവൻ ഏതെങ്കിലും ലീഗിൻ്റെയോ ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെ സ്വാധീനത്തിൽപ്പെടുന്നവരല്ല. ആ മതത്തിൽപ്പെട്ടവരായിരിക്കും, വിശ്വസിക്കുന്നവരായിരിക്കും. രാഷ്ട്രീയം വ്യത്യസ്തമാകും. അതുതന്നെയാണ് ക്രിസ്ത്യാനികളുടെയും. ഇന്ന് കേരളത്തിലെ ക്രിസ്ത്യൻ വിഭാഗമായാലും മുസ്ലിം വിഭാഗമായാലും ഹിന്ദു വിഭാഗമായാലും അങ്ങനെ മേയ്ക്കാൻ സാധിക്കില്ല, മാനേജ് ചെയ്യാൻ സാധിക്കില്ല. അവരൊക്കെ സ്വതന്ത്രമായി ചിന്തിക്കുന്നവരാണ്.
ശരി, ശ്രീ ജയർ പത്മകുമാർ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലേക്കുള്ള ഈ വരവ് ഇത് കേരളത്തിൽ ഇപ്പോൾ രാഹുലിൻ്റെ ഈ പ്രസ്താവനയോടുകൂടി LDFന് ദോഷകരമാകുമെന്ന രീതിയിലാണല്ലോ നിങ്ങളുടെ ഒരു വിലയിരുത്തൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിൽ ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റും? ഒരു തരംഗമുണ്ടാകുമെന്നും ഇതിൽ UDF ഒരു വൻ വിജയത്തിലേക്ക് പോകുമെന്ന രാഷ്ട്രീയ വിലയിരുത്തലുകളാണ് വരുന്നത്. ഇന്ന് രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന അതിനൊന്നുകൂടി ബലം നൽകുകയാണ്. അറിയാവുന്ന കാര്യമാണല്ലോ എന്താണ് രാഹുൽ ഗാന്ധി ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന കാര്യം. നേരത്തെ ഇവിടെ പലതവണ പറഞ്ഞ കാര്യമാണ്. അതാണ് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമായിട്ട് പറഞ്ഞതും. ആ ഒരു തന്ത്രമാണ് രാഹുൽ പയറ്റുന്നത്. അതിൽ പക്ഷേ വീടില്ല എന്നും. അല്ല, ഈ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന NDA ഒരു രാഷ്ട്രീയ ശക്തിയായി വളരുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ രാഹുൽ ഗാന്ധി മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ UDFുമായി നേരിട്ട് ശക്തമായി ഏറ്റുമുട്ടുന്നത് അത് വയനാട്ടിൽ ആയാൽ പോലും അത് NDA ആണ് എന്നുള്ളൊരു അദ്ദേഹത്തിൻ്റെ ഒരു തിരിച്ചറിവാണ്. അത് ഞങ്ങൾക്ക് സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണ്. ഞങ്ങൾ അറിയാമല്ലോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേശീയ തലത്തിൽ കോൺഗ്രസുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രസക്തിയുമില്ല. അവർ ജീവൻ മരണ പോരാട്ടമാണ്. ഇവിടെയും കൂടി നഷ്ടപ്പെട്ടു പോയാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് പ്രസക്തി നഷ്ടപ്പെടും. ഒരു ബാർഗെയിനിങ് കപ്പാസിറ്റി അവർക്ക് ഇല്ലാതിരിക്കും. ഇപ്പോൾ ഞങ്ങളാണ് ഇന്ത്യൻ രാഷ്ട്രീയം നിയന്ത്രിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആ പറച്ചിലിന് പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ട് അത് അവർ CPMനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലപാട്. എനിക്ക് ആനത്തലവട്ടത്തിലൂടെ പറയാനുള്ളത് നമ്മുടെ തിരുവഞ്ചൂർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കേൾക്കണം. കേട്ടിട്ട് ഇത്രമാത്രം അവഗണന നിങ്ങളോട് പറഞ്ഞിട്ടും നിങ്ങൾ ഞങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കും എന്നൊക്കെ പറഞ്ഞാൽ നാണക്കേടാണ് അതിൽ വിശ്വസിക്കുന്ന ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം. കോൺഗ്രസ് നിങ്ങളെ അവഗണിക്കുന്നു, നിങ്ങളെ ഒരിടത്തും ഉൾപ്പെടുത്തുന്നില്ല, നിങ്ങളൊരു പ്രധാന പ്രതിപക്ഷ കക്ഷി എന്ന് പോലും അവർ അംഗീകരിക്കുന്നില്ല. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ നിങ്ങളെ ആക്ഷേപിക്കുന്നു. എന്നിട്ടും നിങ്ങളോട് കണക്ക് തീർക്കാൻ ഞങ്ങൾ ഇരിക്കുന്നു എന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ കോൺഗ്രസിനെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് തന്നെ വളരെ നാണക്കേടാണ്. ചിന്തിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ അതിലുണ്ട് എങ്കിൽ അവർ അത് മനസ്സിലാക്കണമെന്നുള്ളൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ കോൺഗ്രസിനെ പിന്തുണയ്ക്കും എന്നല്ലല്ലോ, ജനാധിപത്യ മതേതര സർക്കാർ പിന്തുണ നൽകുമെന്നുള്ളതാണ്. രാഹുൽ ഗാന്ധിയാണ് ഞങ്ങൾ പ്രധാനമന്ത്രിയെ ഉയർത്തിക്കാട്ടുവാൻ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. അല്ല, അതൊരു അവസരം, അത് രാഷ്ട്രീയമാണ്. ഈ പറയുന്ന എത്രയോ സ്റ്റേറ്റിൽ BJPയും മറ്റ് പ്രതിപക്ഷ കക്ഷികളും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടെടുത്ത് ഇവരൊറ്റയ്ക്ക് ആ വോട്ടിൽ വിഘടിപ്പിച്ച് ഈ BJPക്കെതിരെ നിൽക്കുന്നവരെ ബലഹീനരാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ബീഹാർ, മഹാരാഷ്ട്ര, UP, നമ്മുടെ പശ്ചിമ ബംഗാളൊക്കെ ഈ BJPയോട് നേരിട്ട് ഏറ്റുമുട്ടുന്ന ആളുകൾക്ക് അനുകൂലമായ നിലപാടാണോ? അല്ലല്ലോ. അപ്പോൾ പിന്നെ കേരളത്തിൽ മാത്രം ഇങ്ങനെ ഞങ്ങൾ വോട്ട് തെറ്റിപ്പോകുമെന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് എല്ലാവർക്കും തമിഴ്നാട്ടിൽ മാത്രം അല്ല, ബാക്കി എല്ലാ സ്ഥലത്തും എതിർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തിരുവഞ്ചൂർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് കോൺഗ്രസ്സിന് അധികാരം നഷ്ടപ്പെട്ടു എന്നുള്ളത് സത്യമാണ്. അവർക്ക് കുറേ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അവർക്ക് അധികാരത്തിൽ തിരിച്ചു വരണം എന്ന് ഒരാഗ്രഹം ഉണ്ടാവും. അത് ജനാധിപത്യ പ്രക്രിയയിലൂടെ പറ്റുള്ളൂ. ഞങ്ങളാരും പാർലമെൻറ്റിൻ്റെ ഓട് പൊളിച്ചകത്തിറങ്ങി അല്ലെങ്കിൽ കോൺക്രീറ്റ് പൊട്ടിച്ചകത്തിറങ്ങിയല്ലോ. നിങ്ങളും ഞങ്ങളും ഒക്കെ ജനാധിപത്യ പ്രക്രിയയിലൂടെ തന്നെയാണ് പക്ഷേ ഇത് ജനാധിപത്യ പ്രക്രിയ അല്ല. ഇത് ആളുകളെ പറ്റിക്കലാണ്. പരസ്പരം ഇവിടെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് ബഹളം ഉണ്ടാക്കി BJP വിരോധം പറഞ്ഞിട്ട് വോട്ട് പിടിച്ച് അവസാനം എല്ലാവരും കൂടി ഒന്നിക്കുക എന്നുള്ളത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ചില പ്രാതിനിധ്യമുണ്ട്. ചില ഏകദേശം 40-47% കേരളത്തിൽ ന്യൂനപക്ഷ സമുദായങ്ങളുണ്ട്. അവരെ ഒന്ന് BJP ഭയം അവരിൽ ഉണ്ടാക്കി ആ വോട്ട് നേടാനുള്ള ഒരു മത്സരമാണ് ഇവർ തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ലാതെ ഇതിലെ ന്യൂനപക്ഷങ്ങളോട് യാതൊരു സ്നേഹവും ഉണ്ടായിട്ടില്ല. BJP വിരോധം പറയുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, കേരളത്തിൽ 2 മുന്നണികളുടെയും സ്ഥാനാർത്ഥി, ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെയും പരിശോധിച്ചത് ഓരോ മണ്ഡലത്തിലും ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള സ്ഥാനാർത്ഥികളെ മതവും ജാതിയും നോക്കിയുള്ള സ്ഥാനാർത്ഥികളെയാണ് നിർത്തിയിട്ടുള്ളത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും അത് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കേരളത്തിൽ ഇന്ന് വരെയുള്ള ചരിത്രം CPMൻ്റെ അത് തന്നെയാണ്. ഒരു SC/ST മണ്ഡലത്തിൽ അല്ലാതെ ഒരു ജനറൽ മണ്ഡലത്തിൽ പോലും ഇന്ന് വരെ ഒരു പട്ടികജാതിക്കാരുടെ പട്ടികവർഗക്കാരുടെ നിർത്തിയിട്ടില്ല അവർ കേരളത്തിൽ. ഇപ്പോഴും വലിയവരെ സെക്രട്ടേറിയറ്റ് മെമ്പറായി, സെൻട്രൽ കമ്മിറ്റി മെമ്പറായിട്ട് പോലും സംവരണ മണ്ഡലത്തിലെ നിർത്തൂ. അത്രമാത്രം ജാതിയും മതവും നോക്കി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ന്യൂനപക്ഷ സമുദായത്തിൻ്റെ ഇടയിൽ BJP ഭയമുണ്ടാക്കി അതിൽ വോട്ട് നേടുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ രണ്ടുപേരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ ഘട്ടത്തിൽ ഇടത് പാർട്ടികൾ കോൺഗ്രസിനെതിരെ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആക്ഷേപമുണ്ടല്ലോ, നേരത്തെയും പല ഘട്ടങ്ങളിലായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നതാണ്. ഇന്നലെ ദേശാഭിമാനിയിൽ
പ്രകാശ് കാരാട്ട് എഴുതിയ ലേഖനത്തിലും ഇക്കാര്യം വ്യക്തമാക്കുന്നതാണ്. നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷം കേന്ദ്രത്തിൽ ഒരു മതനിരപേക്ഷ സർക്കാരിനെ അധികാരത്തിലേറ്റേണ്ടത് ഇടതുപക്ഷത്തിന്റെ പങ്ക് നിർണായകമാണ്. ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താനുള്ള ഏത് നീക്കത്തെയും ഇടതുപക്ഷത്തിനെതിരെയുള്ള രാഹുൽ ഗാന്ധിയുടെ മത്സരം ഉൾപ്പെടെ കേരളത്തിലെ മതനിരപേക്ഷ ജനതയും ന്യൂനപക്ഷങ്ങളും ലാഘവത്തോടെ കാണുകയുമില്ല. അതോടൊപ്പം തന്നെ കോൺഗ്രസും UDFും പല ഘട്ടങ്ങളിലും വർഗീയ ശക്തികൾക്ക് കീഴടങ്ങിയും സന്ധി ചെയ്തും മുന്നോട്ട് പോയിട്ടുണ്ട്. കേരളത്തിലെ ന്യൂനപക്ഷത്തിന് ഇത് അറിയുന്നത് കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള ആരോപണം വരുമ്പോഴും ഞങ്ങൾ ഒരക്ഷരവും CPMനെതിരെ പറയില്ല എന്നാണോ? യഥാർത്ഥത്തിൽ അതല്ലല്ലോ കാര്യം. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ ജാതി അടിസ്ഥാനത്തിൽ നോക്കിയിട്ടാണെങ്കിൽ ഇന്ത്യയിൽ ഇതിനേക്കാൾ കൂടുതൽ മതന്യൂനപക്ഷങ്ങൾ തിങ്ങി പാർക്കുന്ന മറ്റു കോൺസ്റ്റിറ്റ്യുവൻസി ഇല്ലേ? അവിടെയൊന്നും പോയില്ലല്ലോ, അവിടെ പോയിട്ടില്ലല്ലോ. ഇവിടെ കേരളത്തിലല്ലേ വന്നത്? കേരളത്തിൽ വന്നു എന്ന് മാത്രമല്ല, കേരളത്തിൽ സെലക്ട് ചെയ്തത് ട്രൈ ജംഗ്ഷൻ എന്ന് പറയുന്ന 3 സംസ്ഥാനങ്ങൾ ചേരുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ്. അവിടെ കർണാടകമുണ്ട്, തമിഴ്നാടുണ്ട്, കേരളമുണ്ട്. ഈ സൗത്ത് ഇന്ത്യയിൽ ഇതുപോലെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി വേറെ ഉണ്ടാവില്ല. അങ്ങനെ ഒരു സ്ഥലത്തല്ലേ വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ ദുഷ്ടബുദ്ധി കൊണ്ട് നമ്മളവിടെ ജാതിയും മതവും വെച്ച് ആളുകളെ കീറി മുറിച്ച് കാണാൻ ശ്രമിക്കുകയാണ്. ഇതിനേക്കാൾ കൂടുതൽ ന്യൂനപക്ഷ വോട്ടുകളുള്ള എത്രയോ നിയോജക മണ്ഡലങ്ങൾ ഈ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. അപ്പോൾ അതല്ല പ്രശ്നം, ജാതിയല്ല പ്രശ്നം. അതിനേക്കാൾ അപ്പുറത്ത് നമ്മൾ കാണുന്ന ഒരു ആദർശ സംഹിതയുണ്ട്. ആ ആദർശം തെക്കും വടക്കും തമ്മിലുള്ള ഒരു ബാലൻസാണ്. ആ ബാലൻസിൽ രാഹുൽ ഗാന്ധി പറയുന്നു, ഞാൻ ആ ബാലൻസ് ഒരു ഇംബാലൻസിലേക്ക് പോയി എന്നുള്ള ആക്ഷേപം നമ്മുടെ രാജ്യത്തുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഞാൻ വയനാട്ടിൽ മത്സരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എൻ്റെ അദ്ദേഹത്തെ പോലെ ഒരാൾ പറഞ്ഞ വാക്കുകൾക്ക് നിങ്ങളത് മുഖവലിക്കെടുക്കാതെ പോകുന്നു? നിങ്ങളെന്തിനാ അതിന് ദുർവ്യാഖ്യാനം ചെയ്യുന്നു? നിങ്ങളതിന് എന്തിനാണ് ജാതിയുടെ പെയിൻറ് പൂശാൻ ശ്രമിക്കുന്നത്? അപ്പോൾ എന്താ, നമ്മുടെ മനസ്സും ജാതി നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം? മാർക്സിസ്റ്റ് പാർട്ടിക്ക് മതനിരപേക്ഷത സംബന്ധിച്ച് അവർ ആത്മാർത്ഥത കാണിച്ചാൽ മതനിരപേക്ഷതയുടെ കാര്യത്തിൽ ചില കാര്യങ്ങളിൽ അവർ മുന്നോട്ട് വരുന്നുണ്ട്. എല്ലാറ്റിലുമുണ്ട് എന്ന് എനിക്ക് അഭിപ്രായമില്ല. പക്ഷേ അതിനപ്പുറത്ത് പല കാര്യത്തിലും അവർ നെഗറ്റീവ്സാണ്. അവർ പോസിറ്റീവ് നിലപാടുകളില്ല. അവർ വളരെ തികഞ്ഞ നെഗറ്റീവ്സാണ്. അവരുടെ അക്രമ രാഷ്ട്രീയമാണ് ജനങ്ങളിൽ നിന്ന് അവരെ അകറ്റിക്കൊണ്ടേ പോകുന്നത്. അവിടെയാണ് കൊലപാതകത്തിൻ്റെ കേസൊക്കെ വരുന്നത്. എത്ര കൊലപാതക? 4 കൊലപാതകം മാത്രമൊന്നുമല്ല. മഞ്ജുഷ് സൂചിപ്പിച്ച 4 കൊലപാതകം. 10 കൊല്ലത്തിനുള്ളിൽ വടക്കേ മലബാറിൽ നടന്ന 167 രാഷ്ട്രീയ കൊലപാതകം. അതിനൊക്കെ അതിൻ്റെ ആളുകളും കുടുംബക്കാരും എല്ലാം ജീവിച്ചിരിപ്പില്ലേ? അവർക്കറിയില്ലേ? അതുകൊണ്ട് അതിനോട് സന്ധി ചെയ്യാൻ ജനാധിപത്യ ബോധമുള്ള രാഷ്ട്രീയ കക്ഷിക്ക് സാധ്യമല്ല. രാഹുലിനെ കൊണ്ടും ഇക്കാര്യം പറയിപ്പിക്കണം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. അതല്ലെങ്കിൽ അത് തിരിച്ചടിയാവുകയല്ലേ ഉള്ളൂ. ഇക്കാര്യം അറിയാവുന്നതാണല്ലോ. അക്രമ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുവാൻ UDF ഈ തെരഞ്ഞെടുപ്പിൽ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ AICC അധ്യക്ഷൻ എന്തുകൊണ്ട് ഇക്കാര്യം തുറന്നു പറഞ്ഞുകൂടാ? അദ്ദേഹം പറയേണ്ടതല്ലേ? AICC അധ്യക്ഷൻ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ അവരെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം വളരെ ക്ലിയറല്ലേ, ക്ലാരിറ്റി ഇല്ലേ? അദ്ദേഹം പറയരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാ അഭിപ്രായം. കാരണം അദ്ദേഹം അതിനേക്കാൾ എത്രയോ ഉയർന്നൊരു വ്യക്തിയാണ്. അദ്ദേഹം ഇന്ത്യയിലെ മുഴുവൻ ആളുകളെ ക്രോഡീകരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ദേശീയ നേതൃത്വമാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പിന്നെ വേറെ ആരും ഇതൊന്നും മിണ്ടരുത് എന്നല്ലല്ലോ. അന്ന് അദ്ദേഹം പോലും അങ്ങനെ വിവക്ഷിച്ചിട്ടില്ലല്ലോ. നമ്മളതിനെ വ്യാഖ്യാനം ചെയ്ത് ആ രൂപത്തിൽ അവരെ തിരിച്ചു മറിച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ശരി, ഞാൻ ഇടപെടുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് മടങ്ങിയെത്താം.